കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ എല്ലാം നാവിൽ കൊതിയൂറുന്ന ഒരു തരം ഭക്ഷണമായിരുന്നു ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലുകളിലെ ഭക്ഷണം. ആ കാലത്തൊക്കെ വിശേഷാവസരങ്ങളിൽ കൂട്ടുകാർ പരസ്പരം ട്രീറ്റ് കൊടുത്തിരുന്നത് പോലും ഉടുപ്പി ഹോട്ടലിലെ മസാല ദോശയും മറ്റുമല്ലേ. ഓതന്റിക് ഉടുപ്പി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ വല്ലതും ഇനി ശേഷിക്കുന്നുണ്ടോ എന്നായിരിക്കും ചോദ്യം. MG റോഡിൽ ജോസ് ജംഗ്ഷന് സമീപം ഭീമാ ജ്വല്ലറിയുടെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പേര് ഹോട്ടൽ ആനന്ദഭവൻ. 1962 മുതൽ തന്നെ ഈ ഹോട്ടൽ നിലവിലുണ്ടെന്നാണ് ബോർഡ് സൂചിപ്പിക്കുന്നത്. വൈകുന്നേരം 7 മണി സമയമായിരുന്നിട്ട് കൂടി കാര്യമായ തിരക്ക് കാണാത്തതിനാൽ കയറണോ വേണ്ടയോ എന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു. പിന്നീട് രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി. പക്ഷേ അവിടുത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ തീരുമാനം ഒട്ടും തെറ്റായിരുന്നില്ലെന്ന് തന്നെ തോന്നി. അപ്പം നമുക്ക് ഈ ഹോട്ടലിനെ കുറിച്ചും റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ഒന്ന് പറയാമോ? നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ഉടുപ്പി ആനന്ദഭവൻ എന്നാണ്. ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും മോർ ദാൻ 100 റൂംസും ഉണ്ട്. നമുക്ക് ഒരു 1962 സ്ഥാപിതമായതാണ്. ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ്, ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പ്യുവർ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഉടുപ്പി ഹോട്ടൽ ഓണേഴ്സിന്റെ 4 ഫാദേഴ്സ് ഫ്രം ഉടുപ്പി, ഫൗണ്ടറുടെ ഫോട്ടോ. ഓക്കെ, അപ്പോൾ ശരി, പഴയൊരു ഹോട്ടലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. ശരി, ഓക്കെ. എന്താണ് സാറിന്റെ പേര്? എൻ്റെ പേര് ശശികുമാർ. ഞാനിവിടെ ഒരു 31 വർഷമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. 31 വർഷമായി. ലോങ് എക്സ്പീരിയൻസ്. എത്ര മണിക്ക് ഇത് ഹോട്ടലിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ഞങ്ങൾ 7 o'clock സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 7 o'clock സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 3 o'clock ക്ലോസ് ആണ്. പിന്നെ നൈറ്റ് 7 o'clock സ്റ്റാർട്ട് ചെയ്ത് 9. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു, വളരെ നല്ല ഫുഡായിരുന്നു. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രൗഡ് അവിടെ കണ്ടില്ല. അപ്പൊ എന്താണ്? കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ആദ്യമൊക്കെ നല്ല ക്രൗഡ് ആയിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ ഫുഡിന്റെ ഡെലിവറി കൂടിയതുകൊണ്ടും പിന്നെ മറ്റ് റെസ്റ്റോറന്റുകൾ ഒരുപാട് ഈ ഭാഗത്തുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് വരുന്ന റെഗുലർ കസ്റ്റമേഴ്സ് വരും. പിന്നെ ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സ് കൂടുതൽ നോൺ വെജ് ആണ് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പ്രിഫർ ചെയ്യുന്നത്. അത് സാറിന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറെ വരാറുണ്ട്. ഇവിടെ ഇവർ വിളമ്പുന്നത് പ്യുവർ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഡിഷസ് മാത്രമാണ്. യാതൊരു തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസോ അല്ലെങ്കിൽ വെറൈറ്റി ഡിഷസോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. മുൻകാലങ്ങളിൽ ഉടുപ്പി ഭക്ഷണം രുചിച്ചിട്ടുള്ളവർക്ക് ആ രുചി ഒന്നുകൂടി ആസ്വദിക്കുന്നതിനും, അതല്ല പുതുതലമുറക്കാർക്കാണെങ്കിൽ യഥാർത്ഥ ഉടുപ്പി ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് അറിയുന്നതിനും എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഹോട്ടൽ ആനന്ദഭവൻ തീർച്ചയായും സന്ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ നാവിലെ രുചിമുകുളങ്ങളെ അവർ നിരാശപ്പെടുത്തില്ല, അതുറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.